ലോട്ടറി ക്ഷേമനിധി ബോർഡിനു പുറമെ ക്ലർക്ക് കെ സംഗീത് ലോട്ടറി ഡയറക്ടറേറ്റിലും തട്ടിപ്പ് നടത്തി. ലോട്ടറി ഡെപ്യൂട്ടി ഡയറക്ടറുടെ കള്ള ഒപ്പ് ചെക്കിൽ രേഖപ്പെടുത്തിയും തട്ടിപ്പ് നടത്തിയെന്ന് വിജിലൻസ് കണ്ടെത്തൽ. അന്വേഷണം വന്നാൽ പിടിക്കപ്പെടാതിരിക്കാൻ ഫയലുകൾ നശിപ്പിച്ചു. സ്ഥാനക്കയറ്റം ലഭിച്ചാൽ സ്ഥലം മാറ്റം കിട്ടുമെന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. അഴിമതി പണം കൊണ്ട് ഇയാൾ നഗരത്തിൽ 2 വീടുകൾ വെച്ചതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അജീഷ് ജയകുമാറാണ്. അജീഷ്, ഗുഡ് മോർണിംഗ്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പ്. കാരണം ഈ തട്ടിപ്പ് നടത്തുമ്പോഴും അതിനുശേഷവുമൊക്കെ താൻ പിടികൂടപ്പെടാതിരിക്കാൻ വേണ്ട എല്ലാ ആസൂത്രണങ്ങളും നടത്തി കൃത്യമായ പ്ലാൻ ബി തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പായിരുന്നല്ലോ ഇയാളുടേത്. ഇത് ഏത് രീതിയിലാണ് നടത്തിയത്? ക്രിസ്റ്റീനായി വർഷങ്ങളായി തുടരുന്ന ഒരു തട്ടിപ്പാണ്. ഇയാൾ ഒരു തട്ടിപ്പ് വീരൻ എന്നാണ് വിജിലൻസ് പറയുന്നത്. കാരണം 2018-19 കാലഘട്ടത്തിൽ ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ജോലി ചെയ്യുമ്പോഴാണ് അവിടെ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തി ഇയാൾ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി ലോട്ടറി ഡയറക്ടറേറ്റിൽ എത്തിയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴും ഇയാളുടെ തട്ടിപ്പ് തുടരുകയായിരുന്നു സമാനമായ രീതിയിൽ. അതായത് ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ചെക്കുകൾ ബാങ്കിൽ കൊടുത്തും അല്ലാതെയും ഒക്കെ കോടികൾ ഇയാൾ തട്ടി. ഇയാൾ ലോട്ടറി ഡയറക്ടറേറ്റിൽ എത്തിയപ്പോഴും സമാനമായ തട്ടിപ്പുകൾ തുടർന്നു. അതായത് ഈ അവിടുത്തെ ഡയറക്ടർ, അതൊരു IRS ഉദ്യോഗസ്ഥനോ IAS ഉദ്യോഗസ്ഥനായിരിക്കും, അവരൊക്കെ അവധിയിൽ പോകുമ്പോഴോ അവർക്ക് ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോഴോ ഡെപ്യൂട്ടി ഡയറക്ടറായിരിക്കും താൽക്കാലിക ചുമതല നൽകുക. ഈ ഡെപ്യൂട്ടി ഡയറക്ടറുടെ വ്യാജ ഒപ്പ് ചെക്കിൽ രേഖപ്പെടുത്തിയും ഇയാൾ ബാങ്കിൽ പണം നൽകിയെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ഇയാൾക്ക് മാത്രമല്ല വീഴ്ച. കാരണം ഒരു ചെക്ക് ബാങ്കിൽ കൊടുക്കുമ്പോൾ അവിടെ ക്യാഷ് ബുക്കിൽ, ഓഫീസിലെ ക്യാഷ് ബുക്കിൽ രജിസ്റ്റർ ചെയ്യണം. അത് മേലുദ്യോഗസ്ഥർ പരിശോധിക്കണം. അവിടെ മേലുദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമല്ല. മാത്രമല്ല ഇയാൾ ക്യാൻസർ രോഗിയാണെന്ന് വരുത്തി തീർക്കാൻ വ്യാജ സർട്ടിഫിക്കറ്റും ഓഫീസിൽ ഹാജരാക്കിയെന്നും പറയുന്നു. പക്ഷേ ഇത് ഓഫീസിലെ ആഭ്യന്തര അന്വേഷണത്തിൽ തന്നെ അത് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇയാൾ ഈ അഴിമതി പണം കൊണ്ട് നഗരത്തിൽ തന്നെ 2 വീടുകൾ വച്ചതായും വിജിലൻസിന്റെ കണ്ടെത്തലുണ്ട്. ഇയാൾ ആറ്റിങ്ങൽ മാമം സ്വദേശിയാണ്. അവിടെ പോലീസ് വിജിലൻസ് സംഘം പരിശോധനയ്ക്ക് എത്തിയിരുന്നു. അവിടെ ഇയാളുടെ ബന്ധുക്കൾ പറഞ്ഞത് ഇയാൾ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു എന്നാണ്. പക്ഷേ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും വ്യാജമാണോ എന്നാണ് വിജിലൻസ് സംഘം പരിശോധിക്കുന്നത്. എന്തായാലും ഇയാളുടെ തട്ടിപ്പിന്റെ ഓരോ വിവരം, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നടത്താറുണ്ട് ഓരോ 6 മാസം കൂടുന്തോറും ഈ ലോട്ടറി വകുപ്പിൽ. ഈ 6 മാസം കൂടുമ്പോൾ നടത്തുന്ന ഓഡിറ്റിൽ നിന്ന് രക്ഷപ്പെടാനായി ഇയാൾ ഈ ഫയലുകൾ നശിപ്പിച്ചിരുന്നതായും പറയുന്നു. മാത്രമല്ല ഈ ഫയലുകളിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട്. അതായത് ഇയാളുടെ ഈ രേഖപ്പെടുത്തിയ ഫയലുകൾ കീറി മാറ്റി പകരം ഇയാൾ പുതിയൊരു ഭാഗം ഒട്ടിച്ചു ചേർത്ത് അതിൻ്റെ ഫോട്ടോസ്റ്റേറ്റ് ഈ ഓഡിറ്റ് വിഭാഗത്തിന് നൽകിയും ഈ തട്ടിപ്പിൽ നിന്ന് തടിയൂരാൻ ഇയാൾ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇയാൾ വീടുകളിൽ, അതായത് ക്ലർക്കായി ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ ഫയലുകൾ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒരുപാട് ഫയലുകൾ ഇയാൾ മുക്കിയതായും പറയുന്നുണ്ട്. അങ്ങനെ തട്ടിപ്പിൻ്റെ ഒരു വലിയ പരമ്പര തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇയാൾ ഒറ്റയ്ക്കല്ല ഈ തട്ടിപ്പ് നടത്തിയെന്നാണ് ഈ ലോട്ടറി വകുപ്പിലെ ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ്റെ INTUC വിഭാഗമൊക്കെ ആരോപിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് അവർ ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഈ ആഭ്യന്തര അന്വേഷണത്തിൽ ഇവരുടെ ചിലരുടെ പേരുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ആ പേരുകളൊന്നും പുറത്ത് വന്നിട്ടില്ല. നിലവിൽ ഡയറക്ടറുടെ കീഴിലാണ് ഈ പേരുകളുള്ളത്. മാത്രമല്ല ധനമന്ത്രിയും കഴിഞ്ഞ ദിവസം ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു ഫിനാൻസ് ഓഫീസറായിരിക്കും ധനമന്ത്രാലയത്തിൻ്റെ കീഴിൽ ഈ അന്വേഷണം നടത്തും. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഈ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സാധാരണ തട്ടിപ്പ് നടത്തുന്നവരൊക്കെ അവർ ബാക്കി വെക്കുന്ന ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പിടിയിലാകുന്നത്. ഇത് കൃത്യമായി തെളിവുകളൊന്നും ബാക്കി വയ്ക്കാതെ നടത്തിയ ആസൂത്രിതമായ തട്ടിപ്പാണ്. എങ്കിലും അത് പുറത്തു വന്നു എന്നതാണ് അജീഷ് ജയകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.